വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഡാക്ക് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതെങ്ങനെയാണ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യേണ്ടത്, പിന്നെ അതെങ്ങനെയാണ് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നും കൂടിയിട്ടുള്ളതാണ്. സോ ബേസിക്കലി ഞാൻ ലഡാക്ക് പോയി വന്നിട്ട് ഒരുപാട് സമയം എടുത്തു ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ. കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. പിന്നെ അതുമാത്രമല്ല, ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മാർച്ച് 15-നാണ്. ലഡാക്കിൻ്റെ സീസൺ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മിഡ് ഓഫ് ഏപ്രിൽ തൊട്ട് അങ്ങോട്ടാണ്. ആക്ച്വലി ഈ ടോപ്പിക്ക് റെലവൻ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലേറ്റ് ആവാനുള്ള കാരണം, മെയിനായിട്ടുള്ള കാരണം. നിങ്ങൾ ഈ പറ്റുകയാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണാൻ നോക്കുക. കാരണം ഇതിൻ്റെ അവസാനം ഞാൻ ഇന്നർ ലൈൻ പെർമിറ്റ് എങ്ങനെ എടുക്കുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ലഡാക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം, സോ ദാറ്റ് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്ലാൻ അക്കോർഡിംഗ്ലി. നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലഡാക്കിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ ഏത് സ്ഥലത്തേക്കാണോ പോകണമെന്ന് ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തെ ജോഗ്രഫിക്കൽ കണ്ടീഷനെ കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ജോഗ്രഫി ഓഫ് ലഡാക്ക്. ലഡാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെയിൻ ഷാഡോ റീജിയൻ ആണെന്ന് പറയാറ്. കാരണം റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞു വരാം, ഇതൊരു ഹയർ ഓൾട്ടിറ്റ്യൂഡ് റീജിയൻ ആണ്. സോ മഴയൊക്കെ എത്തുന്ന ഒരു പ്രതലമുണ്ട്. അതായത് മോസ്റ്റ്ലി ഹില്ലി ഏരിയാസിൽ ഒരു സൈഡിലേക്ക് മാത്രം മഴ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പെയ്യും. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ക്ലൗഡ്സ് എത്തുള്ളൂ. അതിൻ്റെ ഓപ്പോസിറ്റ് റീജിയൻ അല്ലെങ്കിൽ അതർ സൈഡ് എപ്പോഴും ഒരു റെയിൻ ഷാഡോ റീജിയൻ അല്ലെങ്കിൽ ലീവാർഡ്സ് റീജിയൻ എന്ന് പറയും. പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഇതിൻ്റെ കൂടെ ഇടാം. ഈ റീജിയനിൽ മഴ എത്താൻ വളരെ പോസിബിലിറ്റീസ് കുറവാണ്. അഥവാ മഴ വന്നാലും അത് വളരെ കുറവായിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും, ഇപ്പം ഇവിടെ മഴയില്ലെങ്കിൽ ഇവിടെ വെള്ളം എങ്ങനെയാണ് കിട്ടുന്നത്? വെള്ളത്തിന് വേണ്ടി ഇവിടെ ഉള്ള ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത് മെയിനായിട്ട് ഗ്രൗണ്ട് വാട്ടറും അല്ലെങ്കിൽ ഈ ഗ്ലേഷ്യേഴ്സ് എല്ലാം ഉരുകി വരുന്ന വെള്ളമൊക്കെയാണ് മെയിനായിട്ട് ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ അഗ്രികൾച്ചറിനും അല്ലെങ്കിൽ വെജിറ്റേഷനും അല്ലെങ്കിൽ അവർ കുടിവെള്ളമൊക്കെ ആയിട്ട് അവർ യൂസ് ചെയ്യുന്നത് ഈ വെള്ളം തന്നെയാണ്. ഈവൻ ലഡാക്ക് റെയിൻ ഷാഡോ റീജിയൻ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോവർ ഹിൽസ് ഉണ്ട്. അതായത് മണാലി അല്ലെങ്കിൽ ശ്രീനഗർ എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ലോവർ ഹിൽസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അവിടെയെല്ലാം ധാരാളം മഴ ലഭിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. മെയിനായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ലഡാക്ക് എന്ന് പറഞ്ഞ റീജിയൻ മാത്രമല്ല, കൂടെ ലോവർ ഹിൽസും കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എപ്പോഴും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ. പിന്നെ ഈവൻ ദോ ലഡാക്ക് റെയിൻ ഷാഡോ റീജിയൻ ആണെങ്കിലും അവിടെ ചില സമയത്ത് ചില പ്രതിഭാസങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ചില സമയത്ത് മഴ പെയ്യാനുള്ളൊരു ചാൻസും കൂടി ഉണ്ടായിട്ടുണ്ട്. മുൻപ് ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഫ്ലാഷ് ഫ്ലഡുകളും അല്ലെങ്കിൽ റോഡ് ഒലിച്ചു പോകുന്നതും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് അവിടെ വരുന്നത് മുമ്പിൽ നടന്നിട്ടുള്ള കാര്യമാണ്. സോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വെതർ കണ്ടീഷൻ കൂടി നമ്മൾ നോക്കണം. സോ ലഡാക്കിൻ്റെ മെയിൻ 3 സീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സമ്മർ, 2 ഓട്ടം, പിന്നെ 3 വിൻ്റർ. സമ്മർ എന്ന് പറയുന്നത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മെയ് തൊട്ട് സെപ്റ്റംബർ വരെയുള്ള കാലാവധിയിലാണ് ബേസിക്കലി സമ്മർ എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുന്നത്. ഈ സമയത്താണ് നമ്മുടെ പീക്ക് ടൂറിസ്റ്റ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം. ഈ സമയത്ത് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടത്തുള്ള ഹോട്ടൽസിൻ്റെയും എല്ലാത്തിൻ്റെയും റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. പീപ്പിൾ ഇൻഫ്ലോ ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സാധനങ്ങളുടെ അവൈലബിലിറ്റിയും എല്ലാം കൂടുതലായിരിക്കും. ഈ സമയത്തുള്ള ക്ലൈമറ്റ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു 20 ഡിഗ്രി മേലെ എന്തായാലും ഉണ്ടാവും. ഈ സമയത്ത് നമുക്ക് സ്നോ കാണാൻ പറ്റും, ക്ലിയർ ആയിട്ട് സ്നോ കാണാൻ പറ്റും. മോസ്റ്റ്ലി സ്നോ എല്ലാം നമ്മുടെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ BRO സ്നോ ക്ലിയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതൊരു ലോങ് പ്രോസസ്സാണ്. അതിനൊരു മിനിമം 2-3 വീക്സ് എങ്കിലും എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ സമ്മർ സീസൺ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓട്ടം സീസണാണ്. ഈ ഓട്ടം സീസണിന് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു സെപ്റ്റംബർ ടു ഒക്ടോബർ മിഡ് അല്ലെങ്കിൽ ഒക്ടോബർ ലാസ്റ്റ് വരെയൊക്കെയുള്ള സീസണാണ്. ഈ ഓട്ടം എന്ന് പറഞ്ഞ കാലാവസ്ഥയിൽ ചൂട് ചെറുതായിട്ട് കൂടുതലായിരിക്കും. സ്കൈ എപ്പോഴും ക്ലിയർ ആയിരിക്കും. അതുമാത്രമല്ല ഈ ഒരു കാലാവസ്ഥയിൽ ടൂറിസ്റ്റുകൾ വരുന്നത് സ്വല്പം കുറവായിരിക്കും കൺസിഡർ ടു അതർ ടൈമിങ്സ്. ലൈക്ക് സമ്മറിലുള്ള സമയത്തിനെക്കാട്ടിലും കുറച്ച് കുറവായിരിക്കും. പക്ഷേ ഈ സമയമാണ് എന്താ പറയുക, കുറച്ച് നല്ല സമയം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് കാരണമുണ്ട്. ഈ സമയത്ത് ലഡാക്കിൽ ഒരുപാട് ഫെസ്റ്റിവൽസ് നടക്കുന്ന ഒരു സീസണാണ്. സേ ഫോർ എക്സാമ്പിൾ ഹിമാലയൻ ഫെസ്റ്റിവൽ, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഈവൻറ്റ്സുകൾ നടക്കുന്നത്. ലാസ്റ്റ് ടൈം ഞാൻ പോയ സമയത്ത് ഒരു ലഡാക്ക് മാരത്തോൺ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബൈക്ക് കമ്പനികളായിട്ടുള്ള കുറേ ടീമുകൾ അവിടെ വന്നിട്ട് ഓരോ ഈവൻറ്റ്സ് ഇത് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഈ ഒരു ഒക്ടോബർ ടൈമിലാണ് മെയിനായിട്ട് കണ്ടുവരുന്നത്. പിന്നെ അടുത്തത് വിൻ്റർ ടൈമാണ്. സോ വിൻ്റർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മിഡ് ഓഫ് ഒക്ടോബർ അല്ലെങ്കിൽ എൻഡ് ഓഫ് ഒക്ടോബർ
നവംബറൊക്കെ ഭയങ്കരമായിട്ട് ഹെവി സ്നോഫോൾ തുടങ്ങുന്ന ഒരു ടൈമാണ്. ടിൽ ഏപ്രിൽ വരെയാണ് ഇതിൻ്റെ ഒരു ടൈമിങ്. സോ ഈ ഒരു കാലാവസ്ഥയിൽ നല്ലോണം സ്നോഫോൾ വീഴുന്ന ഒരു ടൈം തന്നെയാണ്. സോ ഈ സമയത്ത് ടൂറിസ്റ്റുകൾ വളരെ കുറവായിരിക്കും. അഥവാ ഉണ്ടെന്നുണ്ടെങ്കിൽ അധികം അഡ്വഞ്ചർ ടൂറിസം ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഈ സമയത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫ്രോസൺ ലേക്കുകൾ കാണാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ പാങ്ങോങ്സോ അല്ലെങ്കിൽ സോമൊറോരി അല്ലെങ്കിൽ സൺസ്കാർ റിവർ, ഈ റീജിയൻസിലെല്ലാം അല്ലെങ്കിൽ ഈ റിവേഴ്സ് എല്ലാം ഭയങ്കരമായിട്ട് ഫ്രോസൺ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെ നടന്നിട്ടുള്ള വീഡിയോസ് നമുക്ക് ഒരുപാട് യൂട്യൂബിലും ഇൻ്റർനെറ്റിലും കാണാൻ പറ്റും. ഈ സമയത്ത് നമ്മുടെ ടെമ്പറേച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു -25 ഡിഗ്രീസൊക്കെ മാക്സിമം വരാൻ ചാൻസ് ഉണ്ട്. സോ ഭയങ്കര എക്സ്ട്രീം ക്ലൈമറ്റ് ആയിരിക്കും. ഈ സമയത്തൊക്കെ തന്നെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു റോഡുകളെല്ലാം ലഡാക്ക് റീജിയനിലേക്ക് എത്തിപ്പെടാനുള്ള മെയിനായിട്ടുള്ള റോഡ് മാർഗമായിട്ടുള്ള ശ്രീനഗർ ലേ ഹൈവേയും മണാലി ലേ ഹൈവേയും അടച്ചിടുന്നത്. സോ നവംബറോടൊക്കെ നമ്മുടെ മണാലി ലേ ഹൈവേയും ശ്രീനഗർ ഹൈവേ എല്ലാം അടയ്ക്കാൻ തുടങ്ങും. പിന്നെ അത് ഓപ്പൺ ചെയ്യുന്നത് ഏപ്രിൽ 2nd വീക്കോ അങ്ങനെയൊക്കെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി പറയാൻ പോകുന്നത് ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ലഡാക്ക്. അതുമാത്രമല്ല ബൈ വാട്ട് മോഡ്. ഈ ബെസ്റ്റ് ടൈം ടു വിസിറ്റ് എന്ന് പറയുന്നത് ക്ലൈമറ്റുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എപ്പോഴൊക്കെയാണ് സ്നോഫോൾ വീഴുന്നത് ആ സമയത്തെല്ലാം റോഡുകളെല്ലാം ക്ലോസ് ചെയ്ത് മെയിനായിട്ട് ശ്രീനഗർ ടു ലേ ഹൈവേയും മണാലി ടു ലേ ഹൈവേ എല്ലാം ക്ലോസ് ചെയ്തിടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ടൈമിൽ, അതായത് ഒരു മിഡ് ഓഫ് ഒക്ടോബറിന് ശേഷം അല്ലെങ്കിൽ നവംബർ 1st വീക്കോടെ ലേ ടു മണാലിയും ലേ ടു ശ്രീനഗർ റോഡെല്ലാം ക്ലോസ് ചെയ്തിടും. ടിൽ ഒരു ഏപ്രിൽ 1st വീക്ക് അല്ലെങ്കിൽ 2nd വീക്കോടെ സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ക്ലോസ് ചെയ്തിട്ട് പിന്നെ സമ്മർ തുടങ്ങുന്ന സമയത്ത് അപ്പം തന്നെ എല്ലാ ടൂറിസ്റ്റുകളെ അലോ ചെയ്യില്ല. അതിന് കാരണമുണ്ട്. കാരണം ഈ സ്നോ എല്ലാം വീണ് കിടക്കുന്നുണ്ടാവും. അത് ഒരുപാട് ഹൈറ്റിലൊക്കെ ആയിരിക്കും വീണ് കിടക്കുന്നത്. ഇതൊരു ശ്രമകരമായിട്ടുള്ളൊരു പണിയാണ് ഈ സ്നോ ക്ലിയർ ചെയ്യുന്നത്. ഇതിന് വേണ്ടി BRO അതല്ലെങ്കിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഒരുപാട് പണി വിട്ടിട്ട് ഒരു 2-3 ആഴ്ചയെങ്കിലും എടുക്കും മിനിമം ഈ സ്ഥലങ്ങളെല്ലാം ക്ലിയർ ചെയ്യാൻ. ഇതെല്ലാം ഒറ്റ ടൈം ആയിരിക്കില്ല തുടങ്ങുന്നത്. പല പല സ്ഥലങ്ങളിലേക്കായിരിക്കും സ്നോ ക്ലിയർ ചെയ്യുന്നത് തുടങ്ങുന്നത്. സേ ഫോർ എക്സാമ്പിൾ മണാലി ടു ലേ റോഡാണെന്നുണ്ടെങ്കിൽ ഏകദേശം 450ഓളം കിലോമീറ്റർ ഉണ്ട്. അത്രയും ദൂരം ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ശ്രമകരമായിട്ടുള്ള പരിപാടിയാണ്. ഇനി ശരിക്കും അതിൻ്റെ ക്ലിയറിംഗ് പ്രോസസ്സെല്ലാം കഴിഞ്ഞിട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ടൂറിസ്റ്റുകളെ അയക്കില്ല. ടൂറിസ്റ്റുകളെ അയക്കാൻ വേണ്ടി പല സമയത്തും നോട്ടീസുകൾ ഇറക്കും. ലേയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ടീം നമ്മുടെ ശ്രീനഗർ ലേ ഹൈവേയും മണാലി ലേ ഹൈവേ എല്ലാം ഓപ്പൺ ആകുന്നുള്ള നോട്ടീസ് അവർ പബ്ലിഷ് ചെയ്യും. ആ സമയത്തായിരിക്കും പിന്നെ നമുക്ക് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുക. ഇനി ട്രാവൽ ചെയ്യുന്നതിൽ ഫസ്റ്റ് വീക്കുകളിലോ എല്ലാം ഫുൾ ട്രാഫിക് അവർ അലോ ചെയ്യില്ല. അതിന് കാരണമുണ്ട്. വണ്ടികളെല്ലാം പോയി കഴിഞ്ഞാൽ ബ്ലാക്ക് ഐസ് ആവാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്, അപകടങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അവർ ആദ്യം തന്നെ 4x4 വെഹിക്കിൾസ്, അതായത് 4x4 എന്ന് പറയുന്ന സമയത്ത് ട്രക്കാണെങ്കിൽ ശരി അല്ലെങ്കിൽ ജീപ്പ് അങ്ങനത്തെ ഉള്ള വലിയ വണ്ടികൾ മാത്രമേ അവർ അലോ ചെയ്യുള്ളൂ. പിന്നെ ആർമി ട്രക്കുകൾ, സപ്ലൈസ് കൊണ്ടുപോകുന്നത് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇത്രയും കാലം അടച്ചിട്ടിട്ട് ഒരു സ്ഥലം തുറക്കുന്ന സമയത്ത് അവിടത്തേക്ക് ഇനി ടൂറിസ്റ്റ് ഇൻഫ്ലോ ഉണ്ടാവും നല്ലോണം. അപ്പോൾ ആ ഭാഗത്തേക്ക് സപ്ലൈസ് എത്തണം. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രക്കുകളിൽ നിന്നും ബൈ റോഡ് മാർഗം അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. സോ ആ സമയത്ത് ഒരുപാട് ട്രാഫിക് ബ്ലോക്കുകളും പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ വേറെ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ക്ലിയർ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് റോഡും ഒക്കെ പല സമയത്തും മോശമായിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ പല സമയത്തും അടച്ചിടാനുള്ളൊരു ചാൻസസ് ഉണ്ട്. പിന്നെ അതുമാത്രമല്ല, ഫസ്റ്റ് തുറക്കുന്നത് ഇതിൽ ശ്രീനഗർ ടു ലേ എന്ന് പറയുന്ന റോഡായിരിക്കും. ആ റോഡ് തുറന്നാലും ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഈ 4x4 ട്രക്കുകളെല്ലാം അനുവദിക്കുള്ളൂ. സോ ആഫ്റ്റർ ഈ സ്നോ ക്ലിയറിങ്ങും പ്രോസസ്സെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റും എൻഡ് ഓഫ് ഏപ്രിൽ അല്ലെങ്കിൽ ഒരു മെയ് ഒക്കെ ആകുമ്പോൾ. ഇപ്പോൾ ഇത് വേരി ചെയ്യുന്നുണ്ട്, കാരണം സ്നോ ഒക്കെ വീഴാൻ ഇപ്പോൾ സമയം എടുക്കുന്നുണ്ട് ക്ലൈമറ്റ് ചേഞ്ച് കാരണം കൊണ്ട്. സോ അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴാണ് അവിടെ റോഡ് ഓപ്പൺ ചെയ്യുക എന്നുള്ളത്. ഇതിലൊക്കെ പലപ്പോഴും ഓപ്പൺ ചെയ്താൽ തന്നെ 1 വേ ട്രാഫിക്കുകളായിരിക്കും മിക്കവാറും അലോ ചെയ്യുന്നത്. ദ സീസൺ ബിഗിൻസ് അറ്റ് ഒരു എൻഡ് ഓഫ് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് 1st വീക്കോടെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ടിൽ ഒരു ജൂലൈ വരെയൊക്കെയാണ് ഇതിൻ്റെ പീക്ക് ടൂറിസ്റ്റ് ടൈം എന്ന് പറയുന്നത്. ഇനി ജൂലൈ ടു സെപ്റ്റംബർ അല്ലെങ്കിൽ ജൂലൈ ടു എൻഡ് ഓഫ് ഓഗസ്റ്റ് എന്ന് പറയുന്ന ഒരു ടൈം, അതൊരു പീക്ക് മൺസൂൺ ടൈമാണ്. ഈ പീക്ക് മൺസൂൺ ടൈമിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെയിൻ ഷാഡോ റീജിയൻ ആയതുകൊണ്ട് ലഡാക്കിലേക്ക് അധികം റെയിൻ അല്ലെങ്കിൽ മഴ കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പക്ഷേ അഥവാ അവിടെ മഴ കിട്ടാൻ ചാൻസ് കുറവാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോവർ ഹിൽസിലേക്കും കൂടി കണക്കാക്കണം നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത്. കാരണം അവിടെ ഒരുപാട് മഴ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പണിപാളി.
എന്തിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ലോവർ ഹിൽസിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഫ്ലഡി കണ്ടീഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും അങ്ങനെയൊക്കെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആ റോഡുകളെല്ലാം ക്ലോസ് ചെയ്തിട്ടുള്ളൂ. ഈവൻ ദോ ലേയിലൊന്നും മഴ പെയ്യില്ല എന്ന് പറയുകയാണെങ്കിലും പല സമയത്തും ലേയിൽ മഴ കിട്ടിയിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം പോയപ്പം ലേയിൽ മഴ പെയ്ത് സ്നോഫോൾ കാർദുങ്ങുല അല്ലെങ്കിൽ അത് ടോപ്പിലൊക്കെ പെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ മഴ പെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ ജൂലൈ ടു ഓഗസ്റ്റ് ടൈമിൽ അധികം ട്രാഫിക് റെസ്ട്രിക്ഷൻസൊന്നും ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാൻഡ് സ്ലൈഡുകളോ അല്ലെങ്കിൽ ഫ്ലഡ് ലൈക്ക് സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് മാത്രമേ ട്രാഫിക് റെസ്ട്രിക്ഷൻസ് വരാൻ ചാൻസ് ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ ടു മിഡ് ഓഫ് ഒക്ടോബർ അല്ലെങ്കിൽ എൻഡ് ഓഫ് ഒക്ടോബർ എന്നുള്ള ടൈമാണ്. ഈ ടൈമാണ് ശരിക്കും ബൈക്കേഴ്സ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ സമയത്ത് ഒരുപാട് ബൈക്കേഴ്സ് വരും. അതിന് മുൻപും വരും. സ്നോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമ്മർ ടൈം ഒരുപാട് പേര് വരും. പക്ഷേ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ടൂറിസ്റ്റ് അല്ലെങ്കിൽ ബൈക്കേഴ്സ് വരുന്ന ഒരു ടൈമാണ്. സോ ഈ സമയത്ത് കാലാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര പ്ലസൻറ്റ് കാലാവസ്ഥയായിരിക്കും. മഴ ചില സമയത്ത് പെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അത് ക്ലോസ് ടു സെപ്റ്റംബറൊക്കെ ആകുമ്പോഴേക്കും മഴ പെയ്യാനുള്ള ചാൻസ്. പക്ഷേ ഈ സമയത്ത് വേറൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾ ഇൻഫ്ലോ കുറവായതുകൊണ്ട് ഭയങ്കരമായിട്ട് ട്രാഫിക് കുറഞ്ഞൊരു ടൈമായിരിക്കും. അതുകൊണ്ട് തന്നെ ഹോട്ടൽസ് അവൈലബിലിറ്റി എല്ലാം ഭയങ്കരമായിട്ട് കിട്ടും. നമ്മളെപ്പോഴും ലഡാക്ക് പോകുന്ന സമയത്ത് ഹോട്ടൽസിൻ്റെ അവൈലബിലിറ്റി കൂടി നോക്കിയിട്ട് വേണം പോകാൻ. പീക്ക് ടൂറിസ്റ്റ് ഇൻഫ്ലോ നടക്കുന്ന സമയത്ത് നമ്മൾ ലോവർ റീജിയൻസിൽ നിന്നെല്ലാം ട്രാവൽ ചെയ്തിട്ട് അവിടെ എത്തുന്ന സമയത്ത് ഹോട്ടൽസും കിട്ടാതിരിക്കാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും നമ്മൾ ഹോട്ടൽസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം പോകാൻ. ഈവൻ ദോ നമുക്ക് പോകുന്ന യാത്രക്കിടയിൽ തന്നെ ഒരുപാട് ഡോർമെട്രീസും ഹോട്ടൽസ് എല്ലാം കിട്ടാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ എന്തായാലും പീക്ക് ടൈമിൽ നമ്മളെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനിയുള്ള ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഡാക്കിലേക്ക് പോകാൻ ഏത് മോഡ് സെലക്ട് ചെയ്യണം, ഏത് ട്രാൻസ്പോർട്ട് മോഡ് സെലക്ട് ചെയ്യണം എന്നുള്ളത്. സോ അത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ചോയ്സ്. സേ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ബാക്ക് പാക്കർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ്സിലൂടെയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാക്സി വഴിയെല്ലാം ലഡാക്കിലേക്ക് എത്താൻ പറ്റും. കേരളത്തിൽ നിന്ന് ട്രെയിൻസ് അവൈലബിൾ ആണ് പല സൈഡിൽ നിന്നും. ട്രെയിൻസ് ഡൽഹി അല്ലെങ്കിൽ ചണ്ഡീഗഡിലൊക്കെ പോയി ഇറങ്ങാം. അവിടുന്ന് ബസ്സസ് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് ലേക്ക് പോകുന്ന ബസ്സസ് ഉണ്ട്. അതിൻ്റെ ടൈമിങ്സ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് ഹിമാചൽ പ്രദേശിൻ്റെ ബസ്സായിരിക്കും മിക്കവാറും അവിടെ ഉള്ളത്. HSRTCൻ്റെ ബസ്സസിൻ്റെ ഇതെല്ലാം നമുക്ക് ആ ടൈമിങ്ങിൽ അറിയാൻ പറ്റും. നമ്മൾ വെബ്സൈറ്റിൽ അവരുടെ അത് ചെക്ക് ചെയ്താൽ മതി. പ്രീ ബുക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. ചില സമയത്ത് ഒരു ടൈമിംഗ് ഉണ്ടാവും. ആ ടൈമിംഗ് ബേസ്ഡ് ആയിട്ടായിരിക്കും മിക്കവാറും നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലേ എയർപോർട്ടിലേക്ക് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ചില സമയത്ത് നമുക്ക് വിൻ്റർ സമയത്തും എടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ഇറ്റ് ഡിപ്പെൻസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻ്റർ ടൈമിൽ നമ്മൾ ഫ്ലൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ചില സമയത്ത് ഫ്ലൈറ്റ് ക്യാൻസൽ ആകും. കാരണം ഹെവി സ്നോഫോളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ റൺവേ എല്ലാം ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ആ സമയത്ത് ഫ്ലൈറ്റ് അവിടെ നിന്ന് എടുക്കില്ല. സോ ആ സമയത്തെല്ലാം ഫ്ലൈറ്റസ് ഡിലേ ചെയ്യാനോ അല്ലെങ്കിൽ ക്യാൻസലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഫ്ലൈറ്റ് എടുത്ത് പോകുന്ന സമയത്ത് നമുക്ക് വേറൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം നമ്മളിപ്പം കേരളത്തിൽ നിന്ന് ട്രാവൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് 0 സീ ലെവലിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ എത്തിച്ചെല്ലുന്നത് 17,000-19,000 അടിയിലൊക്കെയാണ് മേലെ നമ്മൾ എത്തിച്ചെല്ലുന്നത്. ഈവൻ ദോ ലേ അത്രയും ഹൈറ്റ് ഇല്ലെങ്കിലും നമ്മൾ ഉംലിംഗ്ല അല്ലെങ്കിൽ കാർദുംഗ്ല ഒക്കെ പോലുള്ള സ്ഥലങ്ങളിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ഹൈറ്റിലേക്കാണ് നമ്മൾ പോയി ചെല്ലുന്നത്. ആ സമയത്ത് നമുക്കൊരു പ്രതിഭാസം വരാനുള്ള ചാൻസ് ഉണ്ട്. അക്യൂട്ട് മൗണ്ടൻ സിക്നസ് അല്ലെങ്കിൽ AMS. സോ ഈ AMS ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ എത്ര ഫിറ്റാണെന്നോ അല്ലെങ്കിൽ ഞാൻ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്, എനിക്കങ്ങനെ വരാനുള്ള ചാൻസ് ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഡെയിലി 10 കിലോമീറ്റർ ഓടുന്ന ഒരാളാണ്, എനിക്കതൊന്നും വരാൻ ചാൻസ് ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി പെടാൻ പാടില്ല. കാരണം ഇത് ആർക്കാണ് വരുന്നതെന്നുള്ളൊരു ഗ്യാരണ്ടിയും ഇല്ല. സോ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഇത് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ബേസിക്കലി അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എന്താ അഡ്വൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ലേ ഫ്ലൈറ്റ് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 days എങ്കിലും അവിടെ കംപ്ലീറ്റ് റെസ്റ്റിന് വേണ്ടി ട്രൈ ചെയ്യണം. അതായത് നമ്മൾ റെസ്റ്റ് ഹോട്ടലിൽ ഇരുന്ന് 2 days കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ അവിടെ ട്രാവൽ ചെയ്ത സമയത്ത് തന്നെ ഞാനൊരു സ്ഥലത്ത് എത്തിപ്പെട്ടപ്പം ഒരുത്തനെ പരിചയപ്പെട്ടു. അവൻ ഇന്ന് രാവിലെ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങി. അവൻ അവിടുന്ന് ഒരു റെൻ്റൽ ബൈക്ക് കൊടുത്ത് നേരെ കറങ്ങാൻ വന്നതാണ്. അവൻ ആകെ പ്രശ്നമായി. പുള്ളി തലവേദനയും, പുള്ളിക്ക് നേരെ ശ്വസിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പുള്ളിക്കാരന് വന്നു. ബെറ്റർ നോട്ട് ടു ടേക്ക് എ റിസ്ക്. ഈ അക്യൂട്ട് മെയിൻ്റനൻ സിക്നസ് വരാതിരിക്കാനുള്ള കുറേ നമുക്ക് പൊടിക്കൈകൾ ചെയ്യാൻ പറ്റും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോവർ ഹിൽസ് ആയിട്ടുള്ള മണാലിയിൽ അല്ലെങ്കിൽ ശ്രീനഗർ എന്നൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും നമ്മൾ ഈ മല കയറുന്നത്. ആ സമയത്ത് നമ്മൾ ആ ക്ലൈമറ്റിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ ലേയിലെത്തിക്കഴിഞ്ഞിട്ട് ഒരു ദിവസമൊക്കെ മാക്സിമം റിലാക്സ് ചെയ്യാൻ വേണ്ടി എടുത്താൽ മതി. ഈവൻ ദോ അങ്ങനെയൊക്കെ നമ്മൾ പറയുകയാണെങ്കിലും നമ്മൾ ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറഞ്ഞ സംഭവം എടുക്കുന്നുണ്ടെങ്കിൽ
അവരതിൽ ഗൈഡ് ലൈൻസ് ആയിട്ട് പറയുന്നുണ്ട് 2 days. അത് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതി വന്നാലും 2 days കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമുക്ക് ലേയുള്ള സൈറ്റ് സീയിങ് എല്ലാം ചെയ്യേണ്ടത് കാര്യം. മൂന്നാമത്തത് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ബൈക്കിംഗ് അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾസ് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. സോ മോട്ടോർ സൈക്കിളിസ്റ്റ് മെയിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. മെയിനായിട്ട് വെള്ളം നല്ലോണം കുടിക്കണം. എവിടുന്ന് വേണം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളം നല്ലോണം കുടിക്കണം. ഒരുപാട് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം 2 wheelsഉം നമ്മളുമാണ് മെയിനായിട്ട് ഈ എല്ലാ ക്ലൈമറ്റിനും അല്ലെങ്കിൽ ഈ എല്ലാ ടെറൈൻസിനും നമ്മൾ താണ്ടുന്നത്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ വണ്ടിക്കും നമ്മൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും നമ്മൾ കൊടുക്കും, നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും ആകെ മൊത്തം പ്ലാൻ ഇതാവും. സോ നമ്മൾ വണ്ടിക്കുള്ള പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. മെയിനായിട്ട് സർവീസുകൾ എല്ലാം ക്ലിയർ ആയിരിക്കണം. വണ്ടി മാക്സിമം ക്ലിയർ ആയിരിക്കണം. മെയിൻലി ടയേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ടയർ ഇട്ടിട്ടൊന്നും ആ സ്ഥലത്തേക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നിങ്ങൾ അത്രയ്ക്കും കാശ് മുടക്കിയിട്ട് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ടയറിനും കൂടി കുറച്ച് കാശ് മുടക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു ഓൾ ടെറൈൻ ടയർ വാങ്ങിച്ചിടുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. സോ ടയറിന് വേണ്ടി കുറച്ച് കാശ് മുടക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബാറ്ററീസ്. ആ സ്ഥലങ്ങളിലെല്ലാം ബാറ്ററീസ് ഭയങ്കര വീക്കായിരിക്കും. ഈവൻ നമ്മുടെ ഫോണിലും ചാർജ് പെട്ടെന്ന് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ക്യാമറ എക്യുപ്മെൻറ്റ്സിൻ്റെ എല്ലാം ചാർജ് നിൽക്കാൻ കുറവുണ്ട്. കാരണം അവിടെ അത്രയും തണുപ്പാണ്. ആ തണുപ്പത്തിലെല്ലാം ഒരു ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എത്താൻ തന്നെ ബാറ്ററീസിന് കുറച്ച് സമയം എടുക്കും, അത് ഫങ്ഷനിലാവാൻ വേണ്ടിയിട്ട്. സോ അതിന് ഒരുപാട് ചാർജ് എടുക്കും. സോ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ മെയിൻലി ബാറ്ററീസ് നല്ലോണം ടേക്ക് കെയർ ചെയ്യണം. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ബാറ്ററി വാങ്ങിച്ചിടുക, അല്ലെങ്കിൽ നമ്മളൊരു സ്പെയർ ബാറ്ററി കരുതുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ അതുമാത്രമല്ല, എടുത്ത് പണിയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. സേ ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഇൻ കേസ് നമ്മുടെ ആക്സലറേറ്റർ കേബിൾ പൊട്ടി, അപ്പോൾ നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതി എങ്ങനെയാണെന്ന് നമ്മൾ സ്വയം നമ്മുടെ സർവീസ് സെൻറ്ററിൽ പോയിട്ട് ചോദിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും മെക്കാനിക്കിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വയേഴ്സ് എല്ലാം കരുതണം. അതായത് കേബിൾസ്, ആക്സലറേറ്റർ കേബിളും പിന്നെ ക്ലച്ച് കേബിളും, അല്ലെങ്കിൽ പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വയേഴ്സ് കരുതുക. ഫ്യൂസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കരുതുക. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് ട്യൂബൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ട്യൂബ് എക്സ്ട്രാ കരുതുക. ചില സമയത്ത് പഞ്ചർ വരാനുള്ള ചാൻസ് ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനിപ്പോൾ എനിക്ക് പോയി പഞ്ചർ കിട്ടി. ഞാൻ കുറച്ചൊരു 5-6 കിലോമീറ്റർ പഞ്ചറോടെ തന്നെ ഓടിച്ചത്. പിന്നെ ഒരു കട കിട്ടി. ആ കടയിൽ പോയിട്ട് പഞ്ചർ മാറ്റാൻ ചോദിച്ചപ്പം അവർ പറഞ്ഞു, ഞങ്ങൾ നോക്കട്ടെ, ചിലപ്പോൾ ടയർ ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ അറിയില്ല എന്ന്. പുള്ളി അത് ടയർ ഊരിയിട്ട് നോക്കിയപ്പം നമ്മുടെ ട്യൂബിൽ വലിയൊരു ഓട്ടയാണ്. അത് പഞ്ചർ ഒട്ടിക്കാൻ പറ്റുന്നതിനും കാട്ടിലും വലിയ ഓട്ടയാണ്. സോ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് പുതിയ ട്യൂബ് ഇടേണ്ടി വരും. സോ ഫ്രണ്ടിലും ബാക്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്യൂബും കൂടി എക്സ്ട്രാ കരുതുക. പിന്നെ ഒരു ടയർ ഇൻഫ്ലേറ്റർ ട്യൂബ്ലെസ് ആണെന്ന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി കെയർഫുൾ ആയിരിക്കണം. കാരണം അലോയ് വീൽസിലൊക്കെ നമുക്ക് ബെൻഡ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓടിക്കുന്ന സമയത്തെല്ലാം സൂക്ഷിച്ച് ഓടിക്കുക. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ബൈക്കേഴ്സ് ചിന്തിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഹെൽത്ത് പരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു എയർ കുഷൻ സീറ്റോ അല്ലെങ്കിൽ ഒരു ജെൽ സീറ്റോ വെക്കാതിരിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്തൊരു പരിപാടിയാണ്, നീ ജെൽ സീറ്റ് ഉപയോഗിക്കേണ്ട. ഞാൻ പോകണമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തപ്പം എൻ്റെ ജാവയുടെ ഭയങ്കര ഹാർഡ് സീറ്റാണ്. സോ പുള്ളി എനിക്ക് പറഞ്ഞു തന്നൊരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എനിക്ക് ഹെൽപ്ഫുള്ളായി. പുള്ളി പറഞ്ഞത് ഒരു എയർ കുഷൻ്റെ സീറ്റ് വാങ്ങിച്ചിട്ട് നിനക്ക് അത് എയർ ഫില്ല് ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടക്കിയിട്ട് നേരെ ഇതിൻ്റെ ബാഗിൽ വെക്കാം. അത് സ്പേസും അത് കൺസ്യൂം ചെയ്യില്ല. അപ്പം ഈ സീറ്റിൽ നിന്നുള്ള കിട്ടുന്ന കംഫർട്ട് തന്നെ ഭയങ്കരമായിട്ട് ഇതുള്ളതാണ്. കാരണം നമ്മൾക്ക് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബാക്ക് പെയിനും എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ലഗേജുകൾ മാക്സിമം കുറയ്ക്കാൻ നോക്കുക. ഒരുപാട് ഡ്രസ്സുകൾ വാരി വലിച്ചെടുത്തിട്ട് നമ്മൾ ട്രാവൽ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് യൂട്ടിലിറ്റി കിട്ടുന്ന ഡ്രസ്സുകൾ യൂസ് ചെയ്യുക. കാരണം നമ്മൾ കാർഗോ പാൻസോ അല്ലെങ്കിൽ അതുപോലത്തുള്ള നല്ല കുറച്ചും കൂടി നമുക്ക് യൂട്ടിലിറ്റേറിയൻ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ, ഡ്രസ്സസ് കരുതുന്നതാണ് ഏറ്റവും ബെറ്റർ. ടീഷർട്ട്സ് കരുതുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്ലീവ്സ് കരുതുക കുറച്ച്. കാരണം നമ്മൾ പല സമയത്തും നമ്മൾ സണ്ണിനോട് ഡയറക്റ്റ് എക്സ്പോസ്ഡ് ആവും. അവിടെ UV റേറ്റ്സിൻ്റെ ഇത് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പുറത്തിറങ്ങുന്ന സമയത്ത് സൺസ്ക്രീൻ തേക്കണം. അല്ലെങ്കിൽ ഇതുപോലത്തെ സ്ലീവ്സ് വാങ്ങിച്ചിട്ട് നമ്മൾ കയ്യിലിട്ടിട്ട് വേണം ഇറങ്ങാൻ. കാരണം അവിടെ സൺബേൺസ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിന് പറഞ്ഞു കുറച്ച് നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കണം എന്ന്. കാരണം
അവിടെ നമുക്ക് ഓക്സിജൻ ലെവൽസ് ഭയങ്കര കുറവായിരിക്കും. പല സമയത്തും നമ്മൾ ബൈക്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തുള്ള തലകറക്കവും ഡിസീനസൊക്കെ വരാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. ആ സമയത്ത് നമുക്ക് വെള്ളം കൂടിയാണ് നമ്മുടെ മെയിൻ. ഒരുപാട് നമ്മൾ യൂറിനേറ്റ് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഒരു ഹൈഡ്രേഷൻ ബാഗ് വാങ്ങിച്ചിട്ട് നമ്മൾ പുറകിലേക്ക് ഇടുക, വെള്ളം കുടിച്ചുകൊണ്ട് പോവുക, പറ്റുന്ന സമയത്തൊക്കെ റീഫിൽ ചെയ്യുക, എനർജി കിട്ടാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. സേ ഫോർ എക്സാമ്പിൾ എനർജി ബാർസ് കിട്ടും, പ്രോട്ടീൻ ബാർസ് എല്ലാം കിട്ടും, അതെല്ലാം കൈ കരുതുക. ചോക്ലേറ്റ്സ് എന്തെങ്കിലും കരുതുന്നത് ബെറ്റർ ആയിരിക്കും. ഇതൊക്കെ കാര്യങ്ങളാണ് ബൈക്കേഴ്സിന് ചെയ്യേണ്ട കാര്യങ്ങൾ. ബൈക്കേഴ്സിന് പറ്റിയ കാലാവസ്ഥയും ഞാൻ പറയുന്നത് പോലെ തന്നെ സമ്മർ ടൈം, അതായത് ഏപ്രിൽ മിഡ് ടു നവംബർ അല്ലെങ്കിൽ ഒക്ടോബർ ടൈമിലൊക്കെയാണ്. സേഫ്റ്റി ഗിയേഴ്സ് എല്ലാം ഇടുക. ചിലപ്പോൾ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല സമയത്തും ഒരു ഹെൽപ്പ് പോലും കിട്ടാൻ ചാൻസ് ഇല്ല. സോ ഭയങ്കരമായിട്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. പിന്നെ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ആണെന്ന് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള വണ്ടിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം നിങ്ങൾ കേരളത്തിൽ നിന്നൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ ഒരു സെഡാനോ അല്ലെങ്കിൽ നമ്മുടെ മെയിനായിട്ടൊരു ഹാച്ച് ബാക്കോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കയ്യിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തുള്ള കോമ്പാക്ട് എക്സ്യൂവീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു മെയിൻ പ്രശ്നമാണ്. മെയിൻലി ഹാച്ച് ബാക്കുകളും സെഡാനുള്ള വണ്ടികളുള്ള മെയിനായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആഫ്റ്റർ മൺസൂൺ ഒക്ടോബർ ടൈമിലൊക്കെയാണ്, സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലൊക്കെയാണ്. ഈ സമയത്ത് വലിയ ഫ്ലഡുകളോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരിക്കും. വാട്ടർ ലെവൽസ് എല്ലാം കുറവായിരിക്കും, ഗ്ലേഷ്യേഴ്സ് എല്ലാം ഒഴുകി മാക്സിമം വെള്ളം താഴെ എത്തിയിട്ടുണ്ടാവും. സോ ഈ സമയത്ത് റോഡുകളെല്ലാം ഭയങ്കര ക്ലിയർ ആയിരിക്കും. ഈ സമയത്ത് ട്രാവൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ അഥവാ നിങ്ങളുടെ കയ്യിൽ ഒരു SUV ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏപ്രിൽ ടൈമിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയെല്ലാം നല്ലോണം ചെക്ക് ചെയ്യുക. പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സർവീസ് ചെയ്തിട്ട് വരുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ നിങ്ങൾക്ക് ഫാമിലീസിന് ട്രാവൽ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ മിക്ക സ്ഥലത്തും ഹോട്ടൽസ് അവൈലബിൾ ആയിരിക്കും. ഹോട്ടൽസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ ഡോർമിറ്ററി സെറ്റപ്പൊക്കെ ആയിരിക്കും. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലഡാക്കിൽ കയറുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്നർ ലൈൻ പെർമിറ്റ് അതിൻ്റെ ആവശ്യമുണ്ട്. ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സ്വന്തം വണ്ടിയിൽ ടൂറിസ്റ്റായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ആ റീജിയനിലെല്ലാം ഒരു എൻവയോൺമെൻറ്റൽ ഫീസ് അവർ ഈടാക്കും. അത് മാക്സിമം വലിയ വിലയൊന്നുമില്ല. അതിന് ഓരോ സ്ഥലങ്ങളിലൊക്കെ കൂടിയിട്ട് മാക്സിമം ഒരു 100 രൂപ 150 രൂപയൊക്കെ മാക്സിമം വരുള്ളൂ. നിങ്ങൾ എത്ര ദിവസം ഇരിക്കുന്നതിനുള്ള അനുസരിച്ചായിരിക്കും അവിടത്തുള്ള ഫീസ് കണക്കാക്കുക. സോ ഞാനൊരു 2 വീക്സൊക്കെ ഞാൻ പോയി നിന്ന സമയത്ത് എനിക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് അറൗണ്ട് ഒരു 450 ഒക്കെ വന്നിട്ടുണ്ട്. അതെന്തായാലും എടുത്തു വെക്കുന്നത് ഏറ്റവും ഉചിതമാണ്. കാരണം പല സ്ഥലത്തും നമ്മളിപ്പോൾ സ്വന്തം വണ്ടിയിൽ പോകുകയാണെന്നുണ്ടെങ്കിലും പല സ്ഥലത്തും അവിടത്തുള്ള ലഡാക്ക് ടാക്സി യൂണിയനൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ ചോദിക്കും ഐഡൻറ്റിറ്റി കാർഡും എല്ലാം കരുതണേ, ആധാർ കാർഡും കാര്യങ്ങളും എല്ലാം കരുതുന്നതും കുറച്ചും കൂടി നല്ലതാണ്. അത് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാം അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് എടുക്കാം. ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് വല്ല ടാക്സി യൂണിയൻ്റെ ഇതിലോ അല്ലെങ്കിൽ വല്ല ഈ ബൈക്കൊക്കെ റെൻറ്റ് ചെയ്യുന്നവരുടെ അടുത്ത് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ഹോട്ടലുകാരുടെ അടുത്ത് ചോദിച്ചാൽ മതി. ഇനി മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിൽ വേറൊരു കാര്യം കൂടി ഞാൻ പറയുന്നത് ടാക്സി ഒരു മെയിനായിട്ടുള്ളൊരു ട്രാൻസ്പോർട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് മണാലിയിൽ നിന്നോ അല്ലെങ്കിൽ ശ്രീനഗറിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ടാക്സി പിടിച്ചിട്ടും ലേയിലേക്ക് വന്ന് അവിടുന്ന് കറങ്ങാം. സോ മെയിനായിട്ട് ടാക്സി എന്ന് പറയുന്നത് പലപ്പോഴും ഷെയർഡ് ടാക്സി ആയിരിക്കും, അല്ലെങ്കിൽ അവിടുന്ന് തന്നെ നമുക്ക് ടാക്സികൾ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒന്നിൽ കൂടുതൽ പേരുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇനി വാട്ട് ടു ക്യാരി അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ക്യാരി ചെയ്യണം എന്നുള്ളത് ഞാൻ ചെറുതായിട്ട് മറ്റേ ബൈക്കേഴ്സിൻ്റെ കാര്യം പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ കുറച്ച് മെഡിസിൻസ് കുറച്ച് കരുതുന്നത് നല്ലതായിരിക്കും. സേ ഫോർ എക്സാമ്പിൾ ചില സമയത്ത് വേണ്ടി വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യം ഓക്സിജൻ സിലിണ്ടർ ആയിരിക്കും. അത് നമുക്ക് ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് കരുതിയിട്ട് പോവുക. ഇവിടുന്ന് കരുതി പോകുന്ന സമയത്ത് നമ്മൾ ഫ്ലൈറ്റ് വഴിയാണ് പോകുന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ അത് അലൗഡ് ആയിരിക്കില്ല. സോ ബെറ്റർ അവിടെ പോയിട്ട് വാങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ ഒരു കാനിന് ഒരു 1000 രൂപ ആ റേഞ്ചിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. 1000 രൂപയിൽ കുറവായിരിക്കും മാക്സിമം വരുന്നത്. ഞാൻ വാങ്ങിച്ചപ്പോൾ 1000 രൂപയായി. പിന്നെ നമുക്ക് മെയിനായിട്ട് പനിയോ അല്ലെങ്കിൽ ജലദോഷമൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് സൂക്ഷിച്ച് ഭക്ഷണം കഴിക്കുക. നമുക്ക് പറ്റാത്ത ഫുഡുകളൊന്നും കയറി കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പനിക്ക് വേണ്ടിയിട്ടുള്ള 1-2 ഗുളിക കരുതുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് അവിടെ പോയിട്ടും ഡോക്ടർമാരെയൊക്കെ കാണിക്കാം, പക്ഷേ അവർ എഴുതുന്ന സാധനം ഹെവി ഡോസ് സാധനമാണ്. അത് ഞങ്ങൾക്ക് ഒരു തവണ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട് ഫസ്റ്റ് ടൈം. ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് തന്നെ പരിചയപ്പെട്ട ഒരാൾക്ക് ചെറുതായിട്ട് പനിയും വയറിളക്കമൊക്കെ വന്നിട്ട് അവരുടെ കാണിച്ചപ്പോൾ അവർ വല്ല ഹെവി സാധനം അയച്ചു തന്നു. അത് കഴിച്ച് കഴിഞ്ഞാൽ 1-2 ദിവസം കിടക്കും. പിന്നെ നമ്മൾ എണീച്ച് ഭയങ്കര ഉഷാറാവും, അത് വേറെ കാര്യം. പക്ഷേ എന്നാലും അവർ ഇത് തരുന്ന സാധനം ഭയങ്കര ഹെവി ഡോസുള്ള സാധനമായിരിക്കും. മാക്സിമം നമ്മൾ ഇവിടെ ഒന്നും പറ്റുന്നത് ഇവിടെ നിന്ന് തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഇങ്ങനെ പനിക്കും ജലദോഷത്തിനും മരുന്ന് വാങ്ങുക. പിന്നെ വയറിന് പിടിക്കാതെയുള്ള ചാൻസസ് വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗുളിക വാങ്ങിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കഴിക്കല്ല, നമുക്ക് ഉപയോഗം വരുമ്പോൾ മാത്രം ഉപയോഗിക്കുക.
പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കുന്ന സമയത്ത് അതിൽ എനർജി ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ കരുതുന്നത്, ചെറുതായിട്ടുള്ള ഡ്രിങ്കുകളെല്ലാം കരുതുന്നത് നല്ലതായിരിക്കും. ക്ഷീണം വരുന്നത് മാക്സിമം ഒഴിവാക്കുക. റെസ്റ്റ് മെയിനായിട്ട് ചെയ്യുക. പക്ഷേ ബൈക്കേഴ്സിനുള്ള ഏറ്റവും വലിയൊരു ശാപം എന്ന് പറയുന്നത് നമുക്ക് റെസ്റ്റ് കിട്ടാൻ ഭയങ്കര പ്രശ്നമായിരിക്കും. അഥവാ റെസ്റ്റ് കിട്ടിയാലും ഉറക്കം കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവായിരിക്കും. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഞാൻ കാര്യം പറയാം. ഈ ഹയർ ആൾട്ടിറ്റ്യൂഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം ഭയങ്കര കുറവായിരിക്കും കേട്ടോ. അത് പറഞ്ഞിട്ട് നമ്മളെ സ്ലീപ്പിംഗ് പിൽസ് എന്നുള്ളത് കഴിക്കില്ലേ, ഇതെല്ലാം നാച്ചുറലി നമ്മൾ ശരീരത്ത് ഉറക്കം വരേണ്ടതാണ്. പക്ഷേ ഉറക്കം വരാൻ ചാൻസസ് കുറവാണ് അവിടത്തുള്ളത്. വേറൊരു കാര്യം കൂടി പറയുന്നത് നമ്മുടെ ബൈക്കേഴ്സിൻ്റെ കാര്യമാണ്. സോ നമ്മൾ കേരളത്തിൽ നിന്ന് ബൈക്കേഴ്സ് പോകുന്ന സമയത്ത് നമുക്ക് ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് റൈഡ് ചെയ്തിട്ട് ലഡാക്ക് പോവാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് ഷിപ്പ് ചെയ്യാം. ചണ്ഡീഗഡിലേക്കോ അല്ലെങ്കിൽ ഡൽഹിയിലേക്കോ നമുക്ക് നമ്മുടെ ബൈക്ക് ഷിപ്പ് ചെയ്യാം. സോ ഞാൻ ഒരു മോഡാണ് ഞാൻ എടുത്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലീവിൻ്റെയും അല്ലെങ്കിൽ എൻ്റെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം എനിക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കൊരു 2 വീക്സ് അല്ലെങ്കിൽ ഒരു 16 ഡേയ്സ് 17 ഡേയ്സ് ഒക്കെയാണ് എനിക്ക് ലീവ് ഞാൻ അറേഞ്ച് ചെയ്തത്. 14 ഡേയ്സിൻ്റെ പ്ലാനിങ് ആണ് കരുതുന്നുണ്ടെങ്കിൽ ഒരു 2 ഡേയ്സ് എക്സ്ട്രയും കൂടി ബഫർ വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് സിറ്റുവേഷൻസ് വരാൻ ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ വല്ല ഫ്ലഡിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ഇത് വന്നിട്ട് റോഡ് ക്ലോഷർ ആയിട്ടോ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡിൽ വന്നിട്ട് റോഡ് ക്ലോഷറൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റില്ല. പല സമയത്തും നമ്മളൊരു സ്ഥലത്ത് താമസിക്കേണ്ടി വരും. സോ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ 1-2 ദിവസം ബഫർ ടൈം വെക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഒരു ഐറ്ററിനറി ബേസ്ഡിലായിരിക്കും ട്രാവൽ ചെയ്യേണ്ടത്. നമുക്ക് കൃത്യമായിട്ട് അറിയണം ഏതൊക്കെ സ്ഥലത്ത് പോകണം, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ടാവും. ചിലപ്പോൾ എനിക്ക് കാർദുങ്ങിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് ഉംലിംഗിൽ പോകണം, എനിക്ക് പാങ്ങോങ്സോ കാണണം, അല്ലെങ്കിൽ എനിക്ക് മറ്റേ മാഗ്നറ്റിക് ഹില്ല് കാണണം. അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്ക് ഉണ്ടല്ലോ. മെയിനായിട്ട് നമ്മളൊരു ഐറ്റിനറി ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോഴും മാപ്പ് നോക്കി ചെക്ക് ചെയ്യുക. അവിടുത്തെ ലോക്കൽ സിനോട് അവിടെ എത്തിയിട്ട് ചോദിക്കുന്നത് നല്ലതായിരിക്കും. കുറച്ചും കൂടി ബെറ്റർ, നമുക്ക് ക്ലിയർ ഐഡിയ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് അവിടുത്തെ റോഡ് കണ്ടീഷൻസ് എങ്ങനെയൊക്കെയാണെന്ന്. എനിക്ക് റോഡ് കണ്ടീഷൻസ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം ഇത് എപ്പോഴും ഇവോൾവിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ലഡാക്കിലും ആയിട്ടുള്ള റീജിയനിലെല്ലാം എപ്പോഴും റോഡ്സ് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന റീജിയനാണ്. അപ്പോൾ ഈ ഒരു സീസണിൽ പോകുന്നവരായിരിക്കില്ല നെക്സ്റ്റ് സീസണിൽ പോകുന്നത്. ചില സമയത്ത് നെക്സ്റ്റ് സീസണിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഈ സീസണിലുള്ള ഓൾറെഡി റോഡ് വല്ല ഫ്ലഡ് വന്നിട്ട് വാഷ് ഔട്ടായി പോയിട്ടുണ്ടാവും. സോ അത് നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ പുതിയ റോഡ് ഡെവലപ്മെൻറ്റ്സ് വന്നിട്ട് അവിടെയൊക്കെ റോഡ് നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് സേഫ് എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സർവീസാണ് ഞാൻ എടുത്തത്. വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് അങ്ങനെ സേഫ് എക്സ്പ്രസ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഗാട്ടിയോ അല്ലെങ്കിൽ VRL ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് ഇവിടത്തുള്ള സൗകര്യം വെച്ച് നോക്കിയപ്പോൾ ഞാൻ സേഫ് എക്സ്പ്രസ്സിലാണ് ചൂസ് ചെയ്തത്. സേഫ് എക്സ്പ്രസ്സിൽ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെപ്പോഴും വണ്ടി കയറ്റി അയക്കുന്ന സമയത്ത് ഹബ് ടു ഹബ് ഡെലിവറി എടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഹബ് ടു ഹബ് ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വദേശം പാലക്കാടാണ്. സോ പാലക്കാട് ഹബ്ബ് ഉണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ എറണാകുളം, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും അടുത്തത് കോയമ്പത്തൂരായിരിക്കും. പാലക്കാട് നിന്ന് അയക്കുന്നതിന് പകരം നമ്മൾ കോയമ്പത്തൂരിൽ നിന്നോ അല്ലെങ്കിൽ എറണാകുളത്തു നിന്നോ കയറ്റി അയക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി കയറ്റുന്നു ഇറക്കുന്ന ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ബ്രോക്കൺ പാർട്സും എല്ലാം വരാൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതൊരു ബാധ്യതയായിട്ട് വരും. ചില സമയത്ത് നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂം നേരാക്കാൻ വേണ്ടിയിട്ട്. സോ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ഹബ് ടു ഹബ് ഇതെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. പിന്നെ നെക്സ്റ്റ് ട്രെയിൻ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. പക്ഷേ ട്രെയിൻ ട്രാൻസ്പോർട്ടേഷൻ എനിക്ക് വലിയ റിലയബിളായിട്ട് തോന്നിയില്ല. ഈവൻ ദോ ഇറ്റ് ഈസ് ചീപ്പർ. സേഫ് എക്സ്പ്രസിന് എനിക്ക് അറൗണ്ട് 5400 റുപ്പീസാണ് വന്നത്. അറൗണ്ട് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. സോ ഡിപ്പെൻസ് നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് ചണ്ഡീഗഡിലേക്കോ അല്ലെങ്കിൽ ഡൽഹിയിലേക്കോ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ ഇരിക്കും. ചണ്ഡീഗഡിലും ഡൽഹിയിലൊക്കെ മെയിൻ ഹബ്ബുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അയക്കുന്നത് ഡൽഹിയിലേക്കോ ചണ്ഡീഗഡിലേക്കോ അയക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ശ്രീനഗറിലേക്കോ അല്ലെങ്കിൽ മണാലിക്കോ അയക്കുന്നതിനെക്കാട്ടും നല്ലത്. നിങ്ങൾ ഇനിയിപ്പോൾ പാക്ക് ചെയ്ത് അയക്കുന്ന സമയത്ത് അവിടെ നല്ലോണം പാക്ക് ചെയ്യണം. അവിടെ തന്നെ ആൾക്കാരുണ്ടാവും. അവരുടെ അടുത്ത് കുറച്ച് കാശ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 1000-1500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് തരും. പിന്നെ നമ്മൾ അയക്കണ സമയത്ത് ഇന്നാണ് നമ്മൾ അവിടെ എത്തുന്നുള്ള ടിക്കറ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഒരു 4 to 5 ഡേയ്സ് മുൻപെങ്കിലും നമ്മൾ ഇവിടുന്ന് കയറ്റി അയക്കുന്നത് നല്ലതായിരിക്കും. അത് റോഡ് കണ്ടീഷനെല്ലാം വെച്ചിട്ടായിരിക്കും. കാരണം നമ്മൾ പോകുന്ന വഴിക്ക് മഴയോ അല്ലെങ്കിൽ വലിയ ട്രാഫിക്കുകളൊക്കെ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 ദിവസം വൈകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ അയച്ചേക്കുന്ന ഒരു 1 വീക്ക് മുൻപേ ഇവിടുന്ന് അയച്ചു. എനിക്ക് കറക്റ്റായിട്ട് ഒരു 5 ഡേയ്സിൻ്റെ ഉള്ളിൽ അവിടെ എത്തി. 2 ഡേയ്സ് അവിടെ വണ്ടി വെറുതെ ആ ഹബ്ബിൽ തന്നെ കിടന്നു. പിന്നെ ഞാൻ പോയിട്ടാണ് വണ്ടി ഡെലിവറി എടുത്തത്. നിങ്ങളിപ്പോൾ സേഫ് എക്സ്പ്രസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാൻസ്പോർട്ട് സർവീസസിൻ്റെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇനി വേറൊരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് അവിടെ പോയിട്ട് ബൈക്ക് റെൻ്റൽസ് എടുക്കുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്.
ഇത് നമ്മൾ മലയാളികൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലർക്കും ലാംഗ്വേജ് അറിയില്ല, അപ്പോൾ പോയി പെടാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ലഡാക്ക് ബൈക്ക് യൂണിയൻ ഒരു സംഘടനയുണ്ട്. അവർ കുറേ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതർ സ്റ്റേറ്റ്സ് വെഹിക്കിൾസിന് അല്ലെങ്കിൽ അതർ സൈറ്റ് കാർ റെൻ്റൽ സർവീസസിന് ഒക്കെ അവർ കുറച്ച് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ KL രജിസ്ട്രേഷനുള്ള വണ്ടിയാണ് നമ്മൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം പേരിലുള്ള വണ്ടിയായിരിക്കണം. നമ്മുടെ സ്വന്തം പേരിലുള്ള വണ്ടി ഇല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ അച്ഛനോ അമ്മയോ പെങ്ങളോ ചേട്ടനോ ആരുടെ ആണെങ്കിലും വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ അവരിത് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ റെൻ്റ് ഔട്ട് ചെയ്ത് പോവുകയാണെന്നുള്ളോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരത് മിസ് ഹാൻഡിൽ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനത്തെ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നേരത്തെ ഇത് കണ്ടിട്ടുണ്ട്. സോ നമ്മൾ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും റിസ്ക് എടുക്കാതെ, നമ്മൾ ഇത്രയും ദൂരമൊക്കെ യാത്ര ചെയ്തിട്ട് പോകുന്ന ആൾക്കാരല്ലേ, അപ്പോൾ നമ്മൾ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. ഇൻ കേസ് നിങ്ങൾ റെൻ്റലാണ് സർവീസസ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഞാൻ പോയി ഡൽഹിയിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ മണാലിക്ക് വിട്ടു. മണാലിയിൽ നിന്ന് ഞാനൊരു റെൻ്റൽ ബൈക്ക് എടുത്തു, ഒരു ഹിമാലയനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി എടുത്തിട്ട് ഞാൻ മണാലി ടു ലേ ഹൈവേ ത്രൂ ലേ പോയി ഇറങ്ങി. അവിടെ നിന്ന് ഞാനിങ്ങനെ കറങ്ങാമെന്നുള്ളൊരു ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ലേ വരെ നമുക്ക് മാക്സിമം ആ വണ്ടിക്കുള്ള പെർമിഷൻ കിട്ടുകയുള്ളൂ. ലേ എന്ന് സൈറ്റ് സീയിങ്ങിന് വേണ്ടി, അതായത് ഇപ്പോൾ ന്യൂബ്ര വാലിയോ അല്ലെങ്കിൽ പാങ്കോങ് അല്ലെങ്കിൽ അങ്ങനത്തുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ നുംലിംഗ്ല അങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടത്തുള്ള രജിസ്ട്രേഷൻ വണ്ടി എടുക്കുക തന്നെ വേണം. LA രജിസ്ട്രേഷൻ വണ്ടി. അതൊരു ഡബിൾ ചിലവാണ്, പക്ഷേ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അവർ റൂൾസ് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. നമുക്കത് ഫോളോ ചെയ്യാനേ പറ്റുള്ളൂ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെ തന്നെയാണ് ഫസ്റ്റ് ടൈം പോയപ്പോൾ ചെയ്തത്. ഞാനൊരു ഹിമാലയൻ എടുത്തു മണാലിയിൽ നിന്ന്. അവിടെ നിന്ന് ലേയിൽ പോയി ഇറങ്ങി അവിടെ എൻ്റെ ഹോസ്റ്റലിൽ ഞാൻ വണ്ടി വെച്ച് ഒരു 5 ഡേയ്സോളം ഞാൻ അവിടുത്തെ വണ്ടി ഉപയോഗിച്ചിട്ടാണ് സൈറ്റ് സീയിങ്ങിന് ചെയ്യാൻ വേണ്ടി പോയത്. നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ റെൻ്റൽസ് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മണാലി എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ലോക്കൽ നമ്മുടെ ആ ഓൾഡ് മണാലി റോഡിലേക്ക് കണക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മാൾ റോഡ് ആ സൈഡിലൊക്കെ ഒരുപാട് റെൻ്റൽ ഷോപ്പുകളുണ്ട്. എപ്പോഴും നമ്മളത് ബാർഗെയിൻ ചെയ്തെടുക്കണം. നമ്മൾ പറയുക ഇത്ര രൂപ നമുക്ക് തരാനുള്ളൂ, നമുക്ക് അത്രേ ബഡ്ജറ്റുള്ളൂ, പറ്റുകയാണെങ്കിൽ തരിക, അല്ലെങ്കിൽ നമ്മൾ വേറെ കട നോക്കുക എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാം. ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് നോക്കിയെടുക്കുക. നമ്മളൊരു ഡെപ്പോസിറ്റ് വണ്ടി എന്തെങ്കിലും കൊടുക്കേണ്ടി വരും അവിടെ പോയിട്ട്, അത് നിങ്ങൾ കൃത്യമായിട്ട് അവരടുത്ത് പറയുക. നിങ്ങൾ വണ്ടിയുടെ ഫോട്ടോഗ്രാഫ് എടുക്കുക, ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുമല്ലോ. നമ്മൾ ഡ്രൈവ് ലൈസൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമല്ലോ. പകൽ വെളിച്ചത്തിൽ വണ്ടി എടുക്കുക, എന്നിട്ട് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് അയാൾക്ക് തന്നെ അയച്ചു കൊടുക്കുക. എവിടെയെങ്കിലും സ്ക്രാച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം ഇതൊക്കെയാണ് സ്ക്രാച്ച്. പിന്നെ വണ്ടി നമ്പർ എടുത്തിട്ട് വാഹൻ സൈറ്റിലൊന്ന് അടിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം വണ്ടി ഇത് തന്നെയാണോ എന്ന് അറിയാം. ചിലപ്പോൾ ഹിമാലയൻ എടുത്തിട്ട് വല്ല ട്രക്കിൻ്റെ നമ്പർ കിട്ടിയാലോ നമുക്ക് പറയാൻ പറ്റില്ല. ചെക്കിങ്ങിലൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ നമുക്കത് അവസാനം പണി കിട്ടും. പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ ടൂൾസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കൈവയ്ക്കുക. ട്യൂബോ കാര്യങ്ങളൊക്കെ അവരുടെ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ വാങ്ങിച്ച് കൈവയ്ക്കുക. അവരുടെ ബൈക്കേഴ്സ് യൂണിയൻ എല്ലാ വർഷവും ഓരോ വണ്ടികൾക്കുള്ള റേറ്റ്സ് അവർ പബ്ലിഷ് ചെയ്യും. സോ സേ ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ഇയർ ആണെന്നുണ്ടെങ്കിൽ ഹിമാലയൻ 411, അഡ്വഞ്ചർ 250, പിന്നെ അതുപോലത്തുള്ള വണ്ടികൾ, കുറച്ച് അഡ്വഞ്ചർ ടൈപ്പ് വണ്ടികൾക്കെല്ലാം ഒരു 2000 to 2500 റേഞ്ചിലേക്കായിരുന്നു കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നത്. അതല്ല നമുക്ക് എക്സ്പൾസോ ബുള്ളറ്റ് 350 കാര്യം പറയുന്നത്, അല്ലെങ്കിൽ തണ്ടർബേർഡ് അറൗണ്ട് 1500 to 1800 റേഞ്ചിലൊക്കെയാണ് വന്നത്. 2000 വരെയൊക്കെ പലവരും ചോദിക്കുന്നുണ്ട്. അതല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഹയർ CC വണ്ടികളൊന്നും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഹിമാലയൻ 450 അല്ലെങ്കിൽ അഡ്വഞ്ചർ 390 അങ്ങനത്തുള്ള വണ്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി റേറ്റ് വാങ്ങും. അവർ 3000 വരെയൊക്കെ വാങ്ങാൻ, 3500 ഒക്കെ വാങ്ങാൻ, പെർ ഡേൻ്റെ കാര്യമായിട്ടോ പറയുന്നത്, അതൊക്കെ വാങ്ങാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളെപ്പോഴും പീക്ക് സീസണിൽ പോകണം. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ബിഗിനിങ് ഓഫ് ദ സമ്മർ പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ബൈക്കേഴ്സിൻ്റെ ടൈം എന്ന് പറയുന്ന സമയത്ത് മാക്സിമം ഒരു ഹിമാലയൻ ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമയം, അതൊക്കെ സെപ്റ്റംബർ ഒക്ടോബർ ആ ടൈമിലൊക്കെ മിക്കവാറും ബൈക്കുകളെല്ലാം അവൈലബിൾ ആയിരിക്കില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബൈക്കേഴ്സ് വന്ന് അവിടെ ബൈക്കുകൾ ബുക്ക് ചെയ്തിടാനുള്ള ചാൻസസ് ഉണ്ട്. ബൈക്ക് അവൈലബിലിറ്റി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അവിടെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടോ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ പോയിട്ട് വെറുതെ ബൈക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും വണ്ടി എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി മെയിനായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാണ്ട്, ഇന്നർ ലൈൻ പെർമിറ്റ് എടുക്കുക എന്നുള്ളത് എങ്ങനെയാണെന്ന്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോകും. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എങ്ങനെയാണ് എടുക്കേണ്ടത്. സോ നമ്മളിപ്പോൾ ILP അഥവാ ഇന്നർ ലൈൻ പെർമിറ്റ് എങ്ങനെ എടുക്കാൻ പോകുന്നതാണ് നോക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രോം ഓപ്പൺ ചെയ്യുക. എന്നിട്ടതിൽ ഇന്നർ ലൈൻ പെർമിറ്റ് ഒന്ന് അടിക്കുക. ഇതിൽ കാണുന്ന ഫസ്റ്റ് ലിങ്ക്, അതായത് ലേ ഡിസ്ട്രിക്ട് പെർമിറ്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ ഫസ്റ്റ് ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം.
സോ നമുക്കത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു വിൻഡോ, ഹെൽത്ത് അഡ്വൈസറി വിൻഡോ ഒന്ന് ഓപ്പൺ ആവും. സോ അതിൽ നമ്മളിങ്ങനെ ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ഫുള്ളായിട്ട് വായിക്കണം അതിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ നേരത്തെ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. സേ ഫോർ എക്സാമ്പിൾ 48 hours അക്ലമറ്റൈസേഷൻ അവർ ഗൈഡ് ലൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുക, അവരെന്ന് പറയാം വെള്ളം കുടിക്കാൻ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആൽക്കഹോളോ അല്ലെങ്കിൽ സിഗരറ്റ് അതുപോലത്തുള്ള സബ്സ്റ്റൻസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക നല്ലത്. പിന്നെ നമുക്ക് ഇൻഡൈജഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ പോയിട്ടുടനെ തന്നെ വലിച്ചു വാരി അവിടെ പോയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ലൈറ്റ് ഫുഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതുമുതൽ HAPE ഓർ HACE എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡ് സിക്നസ്സിൻ്റെ കാര്യമാണ് പറയുന്നുണ്ട്. അഥവാ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഡോക്ടറുടെ അടുത്ത് കാണുക, കൺസൾട്ട് ചെയ്യുക, എന്നിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇതിൽ ഞാൻ പറയാത്തൊരു കാര്യമുണ്ട്, അതാണ് ഡയമോക്സ് ടാബ്ലറ്റിൻ്റെ. ഈ ഡയമോക്സ് ടാബ്ലറ്റ് എന്ന് പറയുന്ന സാധനം അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ്റെ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് ഓൾട്ടിറ്റ്യൂഡിൽ പോകുന്ന സമയത്ത് നമ്മളുടെ ബ്ലഡിൽ ഓൾറെഡി ഓക്സിജൻ ലെവൽസ് ഭയങ്കരമായിട്ട് കുറവായിരിക്കും. സോ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ നമ്മുടെ ഇതിന് ഹെൽപ്പ് ചെയ്യും, ബ്രീത്തിങ്ങിനും കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യും. സോ നമ്മൾ ഡയമോക്സ് 250 mg ടാബ്ലറ്റ് 2 days, അതായത് നമ്മൾ അവിടെ എത്തുന്നതിന് 2 ദിവസം മുമ്പ് രാവിലെയും വൈകിട്ടും ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഡിന്നറിന് ശേഷം കഴിക്കാൻ അവർ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല അവിടെ എത്തിക്കഴിഞ്ഞിട്ടും 2 days കഴിക്കണമെന്ന് പറയുന്നുണ്ട്. ബട്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ കഴിച്ചാൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഡേഞ്ചർ സൈൻസ്, ഹെഡേക്ക് വരുന്ന കാര്യം, നോസിയ, കഫിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ്, ഉറക്കം കുറവാകാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഇതൊക്കെ ഒരു ഡേഞ്ചർ സൈൻസ് ആണ്. O2 സെൻസർ നമ്മുടെ വാച്ചിലോ അല്ലെങ്കിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. സോ SpO2 വെച്ചിട്ട് നമ്മൾ എപ്പോഴും നോക്കേണ്ടി വരും നമ്മളുടെ ബ്ലഡിൽ ഓക്സിജൻ ലെവൽ ഉണ്ടോ ഇല്ലയോ എന്ന്. അഥവാ കുറവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആക്ടിവിറ്റി ഒന്നും എടുക്കാതെ ഓക്സിജൻ കിട്ടിയിട്ട് വേണം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. സോ ധാരാളം വെള്ളം കുടിക്കുക, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. ഇതെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കുക. ഇനി ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു വിൻഡോ വരും. ഇതിൽ അവർ പറയുന്നത് ഒരു ഫേക്ക് ഫ്രോഡ് എൻവയോൺമെൻറ്റ് സ്ലിപ്പ് കറങ്ങി നടക്കുന്നുണ്ടെന്നാണ്. സോ ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കുക. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലഡാക്കിൻ്റെ പെർമിറ്റിൻ്റെ ഉള്ള വെബ്സൈറ്റ് എത്തും. ഇതിന് റൈറ്റ് സൈഡ് നോക്കി കഴിഞ്ഞാൽ ഒരു ക്വിക്ക് സെലക്ഷൻ ബാർ കാണാം. ഇതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓവർസീസ് രജിസ്ട്രേഷൻ, സെർച്ച് ആൻഡ് പ്രിൻറ്റ് പെർമിറ്റ്, ടൂറിസ്റ്റ് ഇൻഫർമേഷൻ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ഡൊമസ്റ്റിക്. നമ്മൾ ഡൊമസ്റ്റിക് ട്രാവലർ ആയതുകൊണ്ട് നമ്മൾ ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഒരു വിൻഡോയിൽ കാണിക്കുന്നത് വെൽക്കം ടു ലഡാക്ക് എന്ന് പറഞ്ഞ ഒരു വിൻഡോ ആണ് കാണിക്കുന്നത്. അതിൽ നമുക്ക് നമ്മൾ ഡൊമസ്റ്റിക് ട്രാവലേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അതിൽ പറയുന്നുണ്ട്. സോ ഇതെല്ലാം ഹാർഡ് കോപ്പി എടുത്ത് വെക്കണം എന്നുള്ളതെല്ലാം പറയുന്നുണ്ട്. ഓരോരോ ചെക്ക് പോസ്റ്റിൽ ഇത് ചെക്ക് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. സോ ഇത് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് ഒരു വിൻഡോ വരുന്നുണ്ട്. ഇതിൽ നമ്മുടെ ഏതൊക്കെ ആൾക്കാർക്കാണ് അവിടെ പെർമിഷനുള്ള കാര്യങ്ങളും റെസ്ട്രിക്ഷൻസും ഉള്ള കാര്യങ്ങളെല്ലാം ഇതിൽ പറയുന്നുണ്ട്. ഫോറിനേഴ്സ് ആണ് മെയിനായിട്ട് ഇതിൽ പറയുന്നത്. സോ ഈ രാജ്യങ്ങളിലുള്ള ആൾക്കാരെല്ലാം എക്സ്ട്രാ പെർമിഷൻസ് വേണം അവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ ഇത് ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഫോം നമുക്ക് ഫില്ലപ്പ് ചെയ്യണം. സോ ഇതൊരു ഡെമോ ഫോം ഞാൻ ഫില്ലപ്പ് ചെയ്യാൻ പോവാണ്. പേരടിക്കുക, മൊബൈൽ നമ്പർ അടിക്കുക, ഇമെയിൽ അടിക്കുക, ജെൻഡർ സ്പെസിഫൈ ചെയ്യുക. ഇത് നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ് കേരള. ഇനി അതുപോലെ തന്നെ നമ്മുടെ വോട്ടർ ID ആണോ അല്ലെങ്കിൽ ആധാർ നമ്പറാണോ അത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ്. ഞാൻ ആധാറാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ ആധാർ നമ്പർ അതിൽ ടൈപ്പ് ചെയ്യുക.
നമ്മളിവിടെ അഡ്രസ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഞാനിവിടെ ഫുൾ അഡ്രസ്സ് എഴുതുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ ഫുൾ അഡ്രസ്സ് ടൈപ്പ് ചെയ്യാം. ഇനി നമ്മുടെ പേയ്മെൻറ്റ് അത് മോഡ് സെലക്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഡയറക്റ്റ്ലി ആണ് നമ്മൾ പേ ചെയ്യുന്നത്, കാരണം നമ്മൾ ഓൺലൈൻ ത്രൂ ആണ് ഇത് എടുക്കുന്നത്. സോ ഡയറക്റ്റ്ലി സെലക്ട് ചെയ്യുക. ഇനി ഡേറ്റ് ഓഫ് ബിഗിനിങ് ജേർണി, ഇതിൽ നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്യേണ്ടതാണ്. സോ ഇപ്പം മാർച്ചാണ്, ഇതിന് നമ്മൾ മെയ് അല്ലെങ്കിൽ ഏപ്രിൽ. ഞാൻ മെയ്യിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മെയ് 1 സെലക്ട് ചെയ്യുക. മെയ് 1 സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇനി നെക്സ്റ്റ് പേജ് വരുന്ന സമയത്ത് ഇതിൽ നമുക്ക് 2 days ബ്ലാക്ക് ഔട്ട് ആയിട്ടിരിക്കും. ഈ 1ഉം 2ഉം ബ്ലാക്ക് ഔട്ട് ആയിട്ടിരിക്കും. 3rd day തൊട്ട് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഗൈഡ് ലൈൻസ് വായിക്കുന്ന സമയത്ത് 48 hours അവിടെ ക്ലമറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറയുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ 2 days നമുക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റാത്തത്. സോ നമുക്ക് പെർമിറ്റ് കിട്ടുന്നത് നമ്മൾ ഫസ്റ്റിനാണ് അവിടെ എത്തുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പെർമിറ്റ് കിട്ടുക 3-ാം തീയതി തൊട്ടായിരിക്കും. സോ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി നമ്മൾ അക്ലമറ്റൈസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 2 days മുൻപ് ലൈക്ക് 29th സെലക്ട് ചെയ്തിട്ട് 1st തൊട്ട് നമുക്ക് പെർമിറ്റ് എടുക്കാൻ പറ്റും. സോ ഞാനിപ്പം 1st എടുക്കുന്നത്. നെക്സ്റ്റ് രജിസ്റ്റർ ബട്ടൺ ചെക്ക് ചെയ്യാം. സോ നമുക്ക് നെക്സ്റ്റ് ഒരു വിൻഡോ വരുന്നത് യുവർ രജിസ്ട്രേഷൻ ഈസ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. നമുക്ക് ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഗ്രൂപ്പ് രജിസ്ട്രേഷനോ ആയിട്ട് എടുക്കാം. ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ഫോമാണ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഉള്ളൊരു ഫോമാണ്. സോ ഞാനിപ്പം ഡെമോ ആയിട്ട് ഗ്രൂപ്പ് രജിസ്ട്രേഷൻ എടുക്കുന്നുണ്ടോ, എന്നിട്ട് 2-3 പേരുടെ പേര് എക്സ്ട്രാ ആഡ് ചെയ്യാം. സോ ഈ പേജിൽ നമുക്ക് 2-3 പേർക്ക് കൂടെ ഇത് ആഡ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ചുമ്മാ ഒരു പേരടിക്കുകയാണ്. ആധാറിനെ സെലക്ട് ചെയ്യുന്നു. സോ ഇവിടെ നിങ്ങൾക്ക് 1-2 പേര് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ പ്ലസ് സൈൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ആൾക്കാരുടെ പേര് സെലക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി വരുന്നത് ഒരു ഡെസ്റ്റിനേഷൻ്റെ പേരൊക്കെ വെച്ചിട്ടുള്ളൊരു സെലക്ഷൻ ബാറാണ്. ഈ സെലക്ഷൻ ബാറിൽ ഒരുപാട് സ്ഥലങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പൊതുവേ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ബാറും സെലക്ട് ചെയ്യും. സോ വലിയ ഫീസ് ഡിഫറൻസ് ഒന്നും വരില്ല. സോ എല്ലാ ബാറും സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ. ഞാനിപ്പോൾ ഡെമോക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബാറേ സെലക്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ബാറും വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇതെല്ലാം വായിച്ച് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ആഡ് ചെയ്ത 2 പേരുടെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ബിഗിനിങ് ജേർണി. സോ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1ഉം 2ഉം ബ്ലാക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുന്നുണ്ട്. 3 തൊട്ടാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക. സോ 3 സെലക്ട് ചെയ്യാം. ഇനി ഡേറ്റ് ഓഫ് ഡിപ്പാർച്ചർ, നമ്മൾ അവിടുന്ന് എത്രാം തീയതി വരെയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക അവിടെ. സോ ഞാൻ ജസ്റ്റ് 2 weeks സെലക്ട് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് റെഡ് ക്രോസ് ഫണ്ടിന് വേണ്ടിയിട്ടുള്ളൊരു 50 രൂപ അവർ കോൺട്രിബ്യൂഷനായിട്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, വേണ്ടെങ്കിൽ സെലക്ട് ചെയ്യേണ്ട. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെൽഫ് ഡിക്ലറേഷൻ ഫോം വരുന്നുണ്ട്. അതിൽ ആക്സെപ്റ്റ് കൊടുക്കുക. സോ ഇത് നെക്സ്റ്റ് പേജിലേക്ക് പോകും. ഇനി ഇതൊരു പേയ്മെൻറ്റ്സ് പേജാണ്. സോ അതിൽ നമ്മൾ താഴെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഡെസ്റ്റിനേഷൻ്റെ പേര് സെലക്ട് ചെയ്തതെല്ലാം കാണാൻ പറ്റും. പിന്നെ ഡേറ്റ് ഓഫ് ബിഗിനിങ് ജേർണി, ഡേറ്റ് ഓഫ് ഡിപ്പാർച്ചർ, നമ്മൾ ആർക്കൊക്കെ വേണമെന്നുണ്ടുള്ള പേര് എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. ആധാർ നമ്പർ അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ എത്ര രൂപയാവുന്നുള്ള കാര്യം കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ 2 പേർക്കുള്ളതാണ്. സോ നമുക്ക് ഇവിടെ പേയ്മെൻറ്റ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് പേ കൊടുക്കാം. ഞാനിപ്പോൾ പേ കാണിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് തന്നെ പേ ചെയ്യാവുന്നതാണ്. ഒന്നല്ലെങ്കിൽ UPI അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം നമുക്ക്
യൂസ് ചെയ്തിട്ട് പേ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പ്രിൻ്റ് എടുത്ത് വയ്ക്കുക, നമുക്ക് പല സ്ഥലത്തും ആവശ്യം വരും. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള ഡോക്യുമെൻറ്റ്സിലേക്ക് ആധാർ കാർഡ് അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കയ്യിലെടുത്ത് വയ്ക്കുക, വണ്ടീൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കയ്യിലെടുത്ത് വയ്ക്കുക. സോ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇത് ഏത് ചെക്ക് പോസ്റ്റ് പോയി ചില അവർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോം എടുത്ത് കാണിക്കുന്നതാണ്, അവർക്ക് അവിടുന്ന് പെർമിഷൻ കിട്ടും. സോ ഇതൊക്കെയാണ്. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയെന്ന് തോന്നുന്നു, ബട്ട് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആവാൻ കാരണം. സോ ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ ലഡാക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആർക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.